ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു മദർത്തെ റെസിപ്പിയുമായിട്ടാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ അല്ലേ, ജിലേബി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവം തന്നെ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കണം. വളരെ എളുപ്പമാണ് ജിലേബിയൊക്കെ ഉണ്ടാക്കാൻ. ശരിക്കും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ വലിയ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. പരിപ്പല്ല ഉഴുന്ന് തന്നെ എടുത്തിട്ട് അത് പുതർത്തി വെച്ച് ഒരു 4 മണിക്കൂറോളം പുതർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് ഇനി നമുക്കിങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നന്നായിട്ട് അരയണേ. ഞാനിവിടെ ഉഴുന്നൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഫുഡ് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, യെല്ലോ കളർ. നിങ്ങളെടുത്ത് ഓറഞ്ച് കളറാണെങ്കിൽ ഓറഞ്ച് കളർ എടുക്കുക. എനിക്ക് കളർ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്താലും മതി. നമുക്ക് യെല്ലോ കളറുള്ള ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ്. ഇനി കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് അരിപ്പൊടിയും യൂസ് ചെയ്യാം. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കോൺഫ്ലവർ ഉള്ളവരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് 2 കപ്പ് പഞ്ചസാരയും 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒരു നൂൽ പാകമാകുന്നത് വരെ നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഉഴുന്ന് ഞാൻ ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ 2 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് ഉഴുന്ന് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര മതി. ആ സിറപ്പ് അത്രയും മതി നമുക്ക്. ഓക്കെ, ഇനി നമ്മളിത് സിറപ്പ് ഒന്ന് ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 3 ഏലക്കായ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെ ഒരു നൂൽ പാകം ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ സിറപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ചേർക്കുന്നത് നല്ലതാണ്. ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഇട്ട് കൊടുത്താൽ സാരമില്ല. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജിലേബിൻ്റെ ഈ ബാറ്ററൊക്കെ ഒരു കവറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ 2 വിധത്തിലായിട്ട് നിങ്ങൾക്ക് ആക്കി കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് കവറിലും രണ്ടാമത് ബോട്ടലിലും, ജിലേബി ഉണ്ടാക്കുന്ന ബോട്ടലിലാണ് കാണിച്ചു തരുന്നത്. കവറിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു കോൺ രൂപത്തിലാക്കി വെച്ച് അറ്റത്ത് നമുക്ക് റബ്ബർ ബാൻഡ് കൊണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അറ്റത്ത് നമുക്ക് കോണ് പോലെ വരുന്ന ആ അറ്റത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ജിലേബി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ജിലേബി നമുക്കിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലായിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നാണ്, നമുക്ക് വേവണം. വെന്തിട്ടില്ലെങ്കിൽ ഉഴുന്നിൻ്റെ ഒരു ചുവ വരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് അത് ചൂടോടെ തന്നെ നമ്മൾ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിറപ്പിലിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ലോ ഫ്ലെയിമിന് സിറപ്പിൻ്റെ ഫ്ലെയിം വെച്ചിട്ടുണ്ട്. അതായത് ഫ്ലെയിമിന് ഓഫാക്കിയിട്ടില്ല സിറപ്പിൻ്റെ. കാരണം അങ്ങനെ ചൂടോടെ ഇട്ട് കൊടുത്താലാണ് നമുക്ക് ജിലേബിയിൽ ഫുള്ളായിട്ട് അങ്ങ് സിറപ്പ് പിടിക്കും. ഇനിയും രണ്ടാമതും ഞാൻ അതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്ത് ജിലേബീൻ്റെ ബാറ്ററിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഷേപ്പാക്കി അത് നേരെ ആയിക്കഴിഞ്ഞപാട് തന്നെ നമ്മൾ നേരെ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു 2-3 മിനിറ്റ് സിറപ്പിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് സിറപ്പ് നന്നായിട്ട് പിടിക്കാൻ. രണ്ടാമതിനാണ് ഞാൻ ബോട്ടിലാണ് കാണിക്കുന്നത്. ബോട്ടിൽ ചെറിയ ചെറിയ ജിലേബിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കാക്കാം. രണ്ടും എളുപ്പം തന്നെയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് വീട്ടിൽ ചിലപ്പോൾ ബോട്ടിലൊന്നും ഉണ്ടായിന്ന് വരില്ലല്ലോ. അപ്പോൾ നമുക്ക് കവറിൽ ആക്കി കൊടുത്തിട്ട് ചെയ്താലും മതി. ജിലേബി നമ്മൾ ഈ സിറപ്പിൽ ഇട്ട് കൊടുത്ത് എടുത്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് സിറപ്പൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ല സൂപ്പറായിരിക്കും. നല്ല ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന സെയിം രുചിയിൽ തന്നെ നമുക്ക് കിട്ടും. എൻ്റെ ജിലേബിയൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. അത്രയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിലൊക്കെ സിറപ്പൊക്കെ പിടിച്ച് നല്ല സൂപ്പറിന്. ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങണമെന്നില്ല, നമുക്ക് തന്നെ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ജിലേബി. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. എന്നാലത് ഞാൻ പുതിയ റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരോടും ബൈ.